ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ? ഇങ്ങനെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൊക്കെ ഒന്നത് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ക്ലാസ് വളരെ തുടക്കക്കാർക്കല്ല, കുറച്ചൊക്കെ ഒരു പഠിച്ച ആളുകൾക്ക്, ഒരു മീഡിയം ലെവലിലുള്ള ആളുകൾക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ വേണം പരിഗണിക്കാൻ. ഓക്കെ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ ഉണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറൊക്കെ ചെയ്ത് ഒന്ന് വിജയിപ്പിച്ച് തരണം കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ് തുടങ്ങാം. ഞങ്ങൾ ബസ്സിൽ പോയി, പക്ഷെ തിരിച്ചു വന്നത് ഓട്ടോറിക്ഷയിലാണ്. ഞങ്ങൾ ബസ്സിലാണ് പോയത്, പക്ഷെ തിരിച്ചു വന്നത് ഓട്ടോറിക്ഷയിലാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് അല്ലേ, വാചകങ്ങളാണ്. ഇങ്ങനെ പറയാൻ നോക്കാം: വി വെന്റ് ബൈ ബസ് ബട്ട് കെയിം ബാക്ക് ബൈ ഓട്ടോറിക്ഷ എന്ന് പറയട്ടോ. വി വെന്റ് ബൈ ബസ് ബട്ട് കെയിം ബാക്ക് ബൈ ഓട്ടോറിക്ഷ. ഓക്കെ, ഇവിടെ നമ്മൾ വെന്റ് എന്നാണ് പറഞ്ഞത് അല്ലേ, വി വെന്റ്. ഗോന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് കേട്ടോ. അതുപോലെ തന്നെ കെയിം ബാക്ക് എന്നുള്ളത് കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, കെയിം ആണ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതുപോലെ മറ്റൊരു വാചകം നമുക്ക് പറയാം: ഞങ്ങൾ പോയത് ഓട്ടോറിക്ഷയിലാണ്, പക്ഷെ തിരിച്ചു വന്നത് കാറിലാണ്. ഇതെങ്ങനെ പറയാ? വി വെന്റ് ബൈ ഓട്ടോറിക്ഷ ബട്ട് കെയിം ബാക്ക് ബൈ കാർ. വി വെന്റ് ബൈ ഓട്ടോറിക്ഷ ബട്ട് കെയിം ബാക്ക് ബൈ എ കാർ. അതിൻ്റെ അതുപോലെ മറ്റൊരു വാചകം പറഞ്ഞെന്ന് മാത്രം. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അവൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ അവൾ കുറച്ച് മോശം. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അവൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ അവൾ കുറച്ച് മോശമാണ്. അതെങ്ങനെ പറയാം? ഹീ ഈസ് എ ഗുഡ് മാൻ. ഹീ ഈസ് എ ഗുഡ് മാൻ ബട്ട് ഷീ ഈസ് എ ലിറ്റിൽ ബാഡ്. ഹീ ഈസ് എ ഗുഡ് മാൻ ബട്ട് ഷീ ഈസ് എ ലിറ്റിൽ ബാഡ് നമ്മൾ പറയട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇതേമാതിരി തിരിച്ചു വരിക. ഇങ്ങനെ അവള് നല്ല സ്ത്രീയാണ്, പക്ഷെ അവന് കുറച്ച് മോശം. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ, തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അവള് നല്ലൊരു സ്ത്രീയാണ്, പക്ഷെ അവന് കുറച്ച് മോശം. എങ്ങനെ പറയാം? ഷീസ് എ ഗുഡ് വുമൺ. ഷീസ് എ ഗുഡ് വുമൺ ബട്ട് ഹീ ഈസ് സം ബാഡ്. ലിറ്റിൽ ബാഡ് എന്നുള്ളടത്ത് സം ബാഡ് എന്ന് പറയട്ടെ, അതാണ് ഞാൻ അവിടെ ഒന്ന് മാറ്റി പറഞ്ഞത്. ഷീ ഈസ് എ ഗുഡ് വുമൺ ബട്ട് ഹീ ഈസ് സം ബാഡ്. നേരെ ഓപ്പോസിറ്റ് അർത്ഥം കേട്ടോ. അവള് നല്ല സ്ത്രീയാണ്, പക്ഷെ അവന് കുറച്ച് മോശമാണ് എന്നുള്ള അർത്ഥമായി അവിടെ കേട്ടോ. ഓക്കെ, അടുത്തത്. നിങ്ങൾ ഇവിടെ തൊഴിലാളിയാണോ അതോ മുതലാളിയാണോ? അങ്ങനെ ചോദിക്കുക. നിങ്ങൾ ഇവിടുത്തെ തൊഴിലാളിയാണോ അല്ലെങ്കിൽ മുതലാളിയാണോ? നമ്മളൊരു ചോദ്യമാണ് കേട്ടോ. എങ്ങനെ ചോദിക്കാം നോക്കാം. ആർ യു എ വർക്കർ ഓർ എൻ ഓണർ? ആർ യു എ വർക്കർ ഓർ എൻ ഓണർ എന്നാവും ചോദിക്കുക. ഈ വർക്കർ നിങ്ങളിവിടുത്തെ സെർവൻറ്റും പറയാം കേട്ടോ. ആർ യു എ സെർവൻറ്റ് ഓർ എൻ ഓണർ? നിങ്ങളിവിടുത്തെ തൊഴിലാളിയാണ് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ജീവനക്കാരനാണോ അല്ല അതോ മുതലാളിയാണോ എന്നുള്ളത് ചോദിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഇത് ചോദിക്കാം. ആർ ദ ടീച്ചേഴ്സ് ഓർ സ്റ്റുഡൻറ്റ്? ആർ ദ ടീച്ചേഴ്സ് ഓർ സ്റ്റുഡൻറ്റ്? അവർ അധ്യാപകരാണോ അതോ വിദ്യാർത്ഥികളോ എന്നുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ ആർ ദ ഡോക്ടേഴ്സ് ഓർ നേഴ്സസ്? ആർ ദ ഡോക്ടേഴ്സ് ഓർ നേഴ്സസ്? പെട്ടെന്ന് സംശയം വരുമ്പോൾ അങ്ങനെ ചോദിക്കാം അല്ലേ. ആർ ദ ഡോക്ടേഴ്സ് ഓർ നേഴ്സ്? അവര് ഡോക്ടർമാരാണോ അതോ നഴ്സുമാരാണോ എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്, പക്ഷെ അവരെ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുക. ഞങ്ങൾ കല്യാണത്തിന് പോവാണ്, അവരാവട്ടെ അവരെ ഡ്യൂട്ടിയിലാണ്. എങ്ങനെ പറയാൻ നോക്കാം? വി ആർ ഗോയിങ് ടു വെഡിങ്. വി ആർ ഗോയിങ് ടു വെഡിങ് ആൻഡ് ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടി. വി ആർ ഗോയിങ് ടു എ വെഡിങ് ആൻഡ് ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടി. ഒന്നുകൂടി പറയാം. വി ആർ ഗോയിങ് ടു എ വെഡിങ് ആൻഡ് ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടി. ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്, അവരാകട്ടെ അവരെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ആശയാണ് കേട്ടോ. ഓക്കെ, ഇനി ഡു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡു വെച്ചിട്ട് ചോദ്യങ്ങളാണ് ചോദിക്കാറ് സാധാരണ അല്ലേ, ഡു ഡിഡൊക്കെ വെച്ചിട്ട്. ഇതിൽ ഡു വെച്ചിട്ടുള്ള കുറച്ച് വാചകങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡു യു ഗോ ടു മാർക്കറ്റ് എവറി ഡേ? ഡു യു ഗോ ടു മാർക്കറ്റ് എവറി ഡേ?
നിങ്ങൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് എന്നും പോകാറുണ്ടോ എന്നാണ് അല്ല ഒരു ചോദ്യമാണ്. ഡു യു ഗോ ടു മാർക്കറ്റ് എവരി ഡേ? നിങ്ങൾ അങ്ങാടിയിലേക്ക് ഒന്നും പോകാറുണ്ടോ? ഇനി ഇത് മറ്റൊരു രൂപത്തിൽ ചോദിക്കാം. ഡു ദേ കം ടു ക്ലാസ് റെഗുലർലി? ഡു ദേ കം ടു ക്ലാസ് റെഗുലർലി? അവർ എന്നും ക്ലാസ്സിൽ വരാറുണ്ടോ? റെഗുലർലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടെന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡു ദേ കം ടു ക്ലാസ് റെഗുലർലി? അവർ എന്നും ക്ലാസ്സിൽ വരാറുണ്ടോ? അപ്പോൾ അവിടെ ആദ്യത്തേൽ യു എന്നാണ്, ഡു യു എന്നാണ്, രണ്ടാമത്തേൽ ഡു ദേ എന്നാണ് ഉപയോഗിച്ചത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു വാചകം കൂടി നോക്കാം. ഡു ദ വർക്കേഴ്സ് വിസിറ്റ് ദർ ഫാക്ടറി റെഗുലർലി? ഡു ദ വർക്കേഴ്സ് വിസിറ്റ് ദർ ഫാക്ടറി റെഗുലർലി? തൊഴിലാളികൾ അവരുടെ ഫാക്ടറി പിന്നെ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുണ്ടോ എന്നുള്ള അർത്ഥം. ഡു ദ വർക്കേഴ്സ് വിസിറ്റ് ദർ ഫാക്ടറി റെഗുലർലി? ഓക്കെ, അപ്പോൾ ഡു വെച്ചിട്ട് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു. നെക്സ്റ്റ്, ഹി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ഡ്യൂട്ടി. ഹി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ഡ്യൂട്ടി. അവന് അവൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് അവനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥം. ഹി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ഡ്യൂട്ടി. ഇവിടെ വാസ് എന്നുള്ള ഇത് പറയാനാണ് പ്രത്യേകം ഞാൻ ഈ ഭാഗം പറയുന്നത് കേട്ടോ. ഹി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ഡ്യൂട്ടി. അവനെ അവൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വാചകം കൂടി നോക്കാം. രവി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ജോബ്. രവി വാസ് സസ്പെൻഡഡ് ഫ്രം ഹിസ് ജോബ്. രവിനെ അവൻ്റെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇവിടെ രണ്ട് വാചകങ്ങളും നമ്മൾ വാസ് ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്തൊന്ന് നോക്കാം. ഇതുപോലെ വേർ ഉപയോഗിച്ചിട്ടുള്ളതാണ് അടുത്ത പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉള്ള മാറ്റങ്ങൾ നോക്കണം കേട്ടോ. ദേ വേർ സസ്പെൻഡഡ് ഫ്രം ദെയർ ജോബ് എന്നാണ് പറയുന്നത്. ദേ വേർ സസ്പെൻഡഡ് ഫ്രം ദെയർ ജോബ്. അവർ അവരുടെ ജോലിയിൽ നിന്നും എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ദേ വേർ സസ്പെൻഡഡ്, അവരെ ജോലിയിൽ നിന്നും ഒഴിവാക്കി, സസ്പെൻഡ് ചെയ്തു. ഫ്രം ദെയർ ജോബ്. ദേ വേർ സസ്പെൻഡഡ് ഫ്രം ദെയർ ജോബ്. ഇന്ന് ഇത്ര മതി. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാം. ഓക്കെ.